ഹലോ എവരി വൺ, ഞാൻ നിങ്ങളുടെ സ്വന്തം കിമി ആന്റണി. ഫോർമുല 1 ചാമ്പ്യൻഷിപ്പ് ലീഡർ, ഡ്രൈവർ ഓഫ് ദ സിൽവർ ആരോസ് aka മെർസിഡസ്, യങ്ങസ്റ്റ് ഡ്രൈവർ ടു വിൻ 4 കോൺസിക്യൂട്ടീവ് ഗ്രാൻഡ് പ്രീസ്. അങ്ങനെ കുറെ ജോർജ് എന്തുവാടാ എന്താടാന്ന് എടാ, നമ്മൾ തമ്മിലൊരു ഡീൽ ഉണ്ടായിരുന്നു. ഈ കനേഡിയൻ ഗ്രാൻഡ് പ്രീ എനിക്ക് വിട്ടു തരിക, അതായിരുന്നു നമ്മുടെ ഡീൽ. ഈ റേസ് വിൻ ചെയ്ത എനിക്ക് ലോകത്തോട് മുമ്പിട്ട് ഒരാളാവായിരുന്നു. അടുത്ത ഇനി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്നെ തട്ടി പുറത്ത് കളയും. നമ്മൾ തമ്മിലൊരു ഡീൽ ഉണ്ടായിരുന്നു സത്യം എന്ന് പറഞ്ഞ ഈ റേസിനിടയിൽ എത്ര തവണ എന്നെ ഇടിക്കാൻ വന്നു. ആ ഒരു ലാപ്പ് 30 തൊട്ടില്ല എന്ന് പറഞ്ഞാൽ മതി, ഇടിച്ച് ഞാൻ ബാരിക്കേഡെ കയറേണ്ടതാണ്. ഇടിച്ചിടാൻ നോക്കിയെന്ന്. എടാ, ഞാൻ കാറുമായിട്ട് വരുമ്പോ നീ മാറിത്തരണം. അതായിരുന്നു നമ്മൾ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്. ഈ വർഷമെങ്കിലും ഞാൻ തെളിയിച്ചില്ലെങ്കിൽ ഞാൻ മെഴ്സിഡസിൽ നിന്ന് പുറത്താവും. ഒന്ന് മനസ്സിലാക്കും. അളിയാ, നീ അത് വിടളിയ, നിനക്കിനി സമയമുണ്ടല്ലോ. കൂടി പോയി നിന്നെ ഈ ടീമിൽ നിന്ന് പുറത്താക്കും, അത്രേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നും ഇല്ല. അതിലെന്താന്ന് നിനക്കത് പറയാൻ. നിനക്ക് 19 വയസ്സേ ഉള്ളൂ. നീ കഴിഞ്ഞ വർഷം വന്നതേ ഉള്ളൂ. എടാ, നീ ഇങ്ങനെ ഒന്ന് ആലോചിച്ച്, നീ എന്നെ ഈ വർഷം വിജയിക്കാൻ വിട്ടു കഴിഞ്ഞാൽ ഞാൻ യങ്ങസ്റ്റ് ഡ്രൈവർ ടു എവർ വിൻ എ ഫോർമുല 1 ചാമ്പ്യൻഷിപ്പ് ആവും. എങ്ങനെ ചിന്തിക്കും? നമ്മുടെ ടീമിന് വേണ്ടി ചിന്തിക്കടാ. നീ ഒന്ന് ആലോചിച്ച്, ഞാൻ ചാമ്പ്യൻ ആവുന്നു, നീ തൊട്ട് സെക്കൻഡ് ഡ്രൈവർ തോത്തോ വോൾഫ് വീണ്ടും ആ ഒരു പഴയ പ്രതാപത്തിലേക്ക് വളർന്നു വരുന്ന ആലോചിക്കട. നീ ഇനി ഒന്നും പറയണ്ട. 1-2 യൂറോ അല്ലല്ലോ, 10,000 യൂറോ അല്ലേ നീ എന്റെ മേടിച്ചത്. അടുത്ത മൊണോക്കോ ഗ്രാൻഡ് പ്രീ എനിക്ക് വിട്ടു തന്നില്ലെങ്കിൽ ഉള്ള കാര്യം ഞാൻ പറയാം. എന്തോട് എന്റെ റിംഗ് ടോൺ നോട്ടിഫിക്കേഷനും വല്ലോ? വഴിന്ന് മാറടാ അമ്മനെ. ഇതാടാ, രണ്ടും കൂടെ ഇവിടെ കിടന്ന് നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്. നിനക്കുള്ളത് ഞാൻ തരും. പിന്നെ നീ നിനക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞ് നീ പറഞ്ഞ് നെകളിക്കുന്നുണ്ട്. രണ്ടിനും ഉള്ളത് ഞാൻ തരുന്നുണ്ട് കേട്ടോ.